മനുഷ്യൻ സമാധാന അന്വേഷണത്തിലാണ്. എവിടെയും എല്ലാവരും സമാധാനത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നുണ്ട്. കുടുംബങ്ങളിലും വ്യക്തികളിലും സമൂഹത്തിലും എവിടെ നോക്കിയാലും അസമാധാനത്തിൻ്റെ കരിനിഴൽ വ്യാപിച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇതിനൊരു മാറ്റമുണ്ടാകണ്ടേ? തീർച്ചയായിട്ടും സങ്കീർത്തനം 8-ാം വാക്യം വായിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സമസ്ത മേഖലകളിലും നമ്മുടെ സങ്കല്പത്തിനപ്പുറത്തുള്ള പുരോഗതിയാണ് മനുഷ്യൻ കൈവരിച്ചിരിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ പുരോഗതി എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. അത്രത്തോളം പുരോഗമിച്ചിട്ടും സമാധാനം കണ്ടെത്തുവാൻ ഇതുവരെയും, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ചുവട് വയ്ക്കുവാൻ ഇന്നുവരെയും മാനവരാശിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും സംസ്ഥാനങ്ങൾ തമ്മിലാണെങ്കിലും ഏതെല്ലാം ഇടങ്ങളിൽ നോക്കിയാലും സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടമാണ് മനുഷ്യൻ. എല്ലായിടത്തും അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും സമാധാനം കണ്ടെത്തുവാൻ കഴിയാതെ മനുഷ്യൻ ഞെരങ്ങുകയാണ്. യുദ്ധത്തിൻ്റെയും യുദ്ധശ്രുതികളുടെയും ഭീഷണികൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഭൂകമ്പവും പകർച്ചവ്യാധിയും മഹാമാരിയും ഒക്കെ പല നിലകളിൽ മനുഷ്യൻ്റെ സമാധാനത്തെയും ഉറക്കത്തെയും കെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, 4-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ അല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. അതിനകത്തൊരു വാക്കുണ്ട്. അത് ശ്രദ്ധയോടെ മനസ്സിലാക്കിയാൽ എന്തുകൊണ്ടാണ് അസമാധാനം നമ്മിൽ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ഇങ്ങനെയാണല്ലോ പറയുന്നത്, നീ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീ അല്ലോ യഹോവേ എന്ന നിർഭയം. അപ്പോൾ ഭയമാണ് മനുഷ്യൻ്റെ സമാധാനത്തെ കെടുത്തുന്നത്. എത്ര ആത്മസുഹൃത്തുക്കളാണെങ്കിൽ പോലും തമ്മിൽ എന്തോ ഒളിച്ചു വെച്ചുകൊണ്ട് സംസാരിക്കുകയും തമ്മിൽ എന്തോ മറച്ചു വെച്ചുകൊണ്ട് പെരുമാറുകയും ഒരു തുറന്ന ഹൃദയത്തോടെയുള്ള ഇടപെടലുകൾ നഷ്ടമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ സമൂഹത്തിൻ്റെ ഒട്ടാകെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ? ഇത് കേട്ടാട്ടെ പ്ലീസ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ തമ്പുരാൻ ലോകത്തിൽ വന്നപ്പോൾ മാനവരാശിയോട് മുഴുവനും ഇന്നും മുഴങ്ങുന്ന തൻ്റെ ശബ്ദം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല, ലോകത്തിന് എടുത്തു മാറ്റാൻ കഴിയാത്ത സമാധാനം. അതെ, ആ ദിവ്യമായ സമാധാനം പ്രാപിച്ചാൽ നമുക്ക് നിർഭയമായി വസിക്കാൻ കഴിയും, സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും. ഞാൻ നിങ്ങൾക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കാട്ടും സ്തോത്രം. സമാധാനത്തോടെ ജീവിക്കാനുള്ള അങ്ങയുടെ മാറ്റമില്ലാത്ത വചനങ്ങൾക്കാട്ടും സ്തോത്രം. അത് സ്വീകരിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു ഫോർ വാച്ചിങ്. God bless you.